പല കസ്റ്റമേഴ്സ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ അടുത്ത് വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർ വാഹനങ്ങൾ ഒട്ടുമിക്ക വാഹനങ്ങൾ അവർ റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത വാഹനങ്ങളാണ് ഞാൻ ഒട്ടുമിക്ക കേസുകൾ നോക്കിയത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് ചെയ്യുന്നത് അന്വേഷിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക കേസിലും ഒരു മെജോറിറ്റി കേസിലും അവർ വാഹനത്തിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഈ ചേഞ്ച് ചെയ്യണം, വാഹനം പെട്ടെന്ന് ചേഞ്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വാഹനം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ ആ വാഹനത്തിനകത്ത് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരു 7 സീറ്റ് വാഹനമായിട്ട് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. 2014 മോഡലാണ് വാഹനം എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ആ വാഹനത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഗ്ലാസിനകത്തൊന്നും ഒരു നമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. അപ്പോൾ ഏതൊരു വാഹനം എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആ വാഹനത്തിൻ്റെ ഗ്ലാസിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് ആ ഒരു കോഡ് വരുന്ന ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു കോഡ് കറക്റ്റായിട്ട് ഏത് വർഷത്തിൽ മാനുഫാക്ചർ ചെയ്താന്നുള്ള ഈ ഗ്ലാസ് ഏത് വർഷം മാനുഫാക്ചർ എന്നുള്ള ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 11 എന്നുള്ളത്. ഈ ഒരു ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഇവിടെയുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ 11 എന്നുള്ള ബാർ കോഡ് ഉണ്ട്. ഈ ഫ്രണ്ട് വിൻഷീൽഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയുണ്ട് 11 എന്നുള്ള ബാറുണ്ട്, നമ്പറുണ്ട്. അപ്പോൾ ഏത് ഗ്ലാസ്സിലും അതിൻ്റെ ആ ഒരു ഇയർ ഓഫ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു നമ്പർ, ഗ്ലാസ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള നമ്പർ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഗ്ലാസിൻ്റെ താഴെ ഭാഗത്ത് മൊത്തത്തിൽ ആ ഒരു കോഡ് വരുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ആ ഇൻസ്പെക്ട് ചെയ്ത വാഹനം ഒരു എർട്ടിക വാഹനമായിരുന്നു. അതിൻ്റെ ഗ്ലാസ്സിൽ നിന്നും ഒരു നമ്പേഴ്സും എവിടെയും കാണുന്നില്ല. കംപ്ലീറ്റ് ചുരണ്ടി കളഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമ്പർ ഇല്ലാതെ ഒരു കാരണവശാലും ഗ്ലാസുകൾ പിന്നെ അത്തരത്തിലുള്ള വാഹനങ്ങൾ നിരത്തിലേക്ക് വരില്ല. അപ്പോൾ എവിടെ പോയി ഇതിൻ്റെ നമ്പർ നോക്കി കഴിഞ്ഞപ്പോഴാണ് അതെല്ലാം മൊത്തം ചുരണ്ടി കളഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ റീസൺ ഞാൻ അങ്ങനെ അന്വേഷിച്ച് നോക്കിയ സമയത്താണ് എനിക്ക് ഒരു ഗ്ലാസിൻ്റെ നമ്പർ ചെറുതായിട്ട് ഇങ്ങനെ ഫെയ്ഡായിട്ട്, അതായത് ഒരുതി കളഞ്ഞിട്ടുണ്ട്, മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് 12 എന്നുള്ള നമ്പറാണ്. അപ്പോൾ എന്താണ് ഞാൻ സംഭവം ഡീറ്റെയിൽ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് ആ വാഹനം മൊത്തത്തിൽ അതിൻ്റെ ബോഡീസിൽ മൊത്തമായിട്ട്, അതായത് പഴയ ഒരു സെക്കൻഡ് ഹാൻഡ് ബോഡി എടുത്തിട്ട് ശേഷം അത് റീപ്ലേസ് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ മൊത്തം വാഹനത്തിൻ്റെ ബോഡി 12 പിന്നെ മോഡൽ ചെയ്യുന്ന ബോഡി, ഒരു വാഹനത്തിൻ്റെ ബോഡി എടുത്തതിന് ശേഷം പുതിയ ഈ 14 മോഡൽ വാഹനത്തിൻ്റെ ബോഡിയിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഓണർ, ഈ ഒരു വാഹനം എടുത്ത ഓണർ ഇതിനെ പറ്റിയൊന്നും അവെയർ അല്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചതികൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സിനെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിനേക്കാളും വളരെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു അനുഭവം ഇന്ന് എൻ്റെ ഒരു എക്സ്ചേഞ്ച് വന്നൊരു കസ്റ്റമർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ നാളെ കാണിച്ചു തരാം. ഒരു 2 ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന 2 വാഹനങ്ങളാണ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്. 2012 മോഡൽ നിൽക്കുന്നത് ഈ ഒരു വാഹനം 2012 മോഡലാണ്. മാനുഫാക്ചർ ഇയർ 12ആണ്. പക്ഷേ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്തത് 11ആണ്. അതുകൊണ്ട് തന്നെ 11 ഗ്ലാസിനകത്ത് കാണുന്നത്. 12 ഇയർ ഓഫ് മാനുഫാക്ചർ മോഡലുള്ള നിസാൻ്റെ സണ്ണി XL ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. ഒരു ബ്ലാക്ക് ബ്യൂട്ടി, നല്ല കിടിലം വാഹനം എന്ന് തന്നെ പറയാം. അലോയ് വീൽസ് ഒക്കെ ചെയ്തതിനു ശേഷം വാഹനം വേറെ നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ചെറിയ രീതിയിലുള്ള ഗ്രാഫിക് ഡിസൈനും കാര്യങ്ങളെല്ലാം ബാക്ക് പ്രൊഫൈലിലേക്ക് കൊടുത്തിട്ട് ഒരു ചെറിയ സ്പോയിലറൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ വാഹനം നല്ലൊരു ലുക്കിലേക്ക് വാഹനം മാറിയിട്ടുണ്ട്. ഡീസലിൽ ഒരു 18-20 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യത്തിലേക്ക് ടയർ കണ്ടീഷനൊക്കെ നിൽക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന സെഡാൻ സെഗ്മെന്റിൽ അത്യാവശ്യം ഡിക്കി സ്പേസും കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വാഹനം. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാറിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയുള്ള ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി അത്യാവശ്യം ലോൺ സൗകര്യം കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു വാഹനം. അപ്പോൾ ഡീസൽ എഞ്ചിന് സെഡാൻ സെഗ്മെന്റ് വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനം കൂടിയാണിത്. ഇനി 15 മോഡൽ നിൽക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന മറ്റൊരു ഫോർഡിൻ്റെ ആസ്പയർ എന്ന സെഡാൻ സെഗ്മെന്റ് വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 1 lakh something കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ടൈറ്റാനിയം എന്നുള്ള വേരിയൻ്റാണ്. അലോയ് വീൽസും സ്റ്റിയറിംഗ് കൺട്രോളും ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള എയർ ബാഗും ABSും അത്യാവശ്യത്തിലധികം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന KL 34 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന പെട്രോൾ ഒരു 15-16 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം. വാഹനത്തിൻ്റെ വില വരുന്നത് 2,85,000 രൂപ. അപ്പോൾ ഒരു പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന സെഡാൻ സെഗ്മെന്റ് വാഹനവും ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന മറ്റൊരു സെഡാൻ സെഗ്മെന്റ് വാഹനം നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.